നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി, എന്നിട്ട് വീക്കിലിയോ മന്ത്ലിയോ ഞാൻ എപ്പോഴാണോ വരുന്ന ആ സമയത്ത് നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തന്നാൽ മതി എന്നാണ് ദിയ മാം നമ്മളെ അറിയിച്ചിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത്, നമുക്ക് ടാക്സിൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഷോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചാൽ ക്യാഷിൻ്റേതായിട്ടുള്ള അവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായാലും അവിടുത്തെ പാക്കിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ആയാലും ഇവരുടെ സാലറി കൊടുക്കുന്നതായാലും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. കാരണം അതെല്ലാം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ക്യാഷിൻ്റെ കാര്യം. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ദിയ ചേച്ചി വരാറേ ഇല്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളെ പാർട്ട് ടൈം എന്ന് പറഞ്ഞ് വിളിച്ച ജോലി ഓവർ ടൈം ആകുന്നതിനെതിരെ ഞങ്ങൾ ജോലി ചെയ്ത് മാറാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ ദിയ ചേച്ചി അത് കുഴപ്പമില്ല, എൻ്റെ ഡെലിവറി കഴിയുന്നവരെങ്കിലും നിങ്ങൾ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്റ്റാഫിനെ നോക്കിക്കോളാം, അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും അവിടെ പിടിച്ചു നിന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ, എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അങ്ങനെ, എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ, നിങ്ങൾ അങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഇങ്ങനെയാണെന്ന്, ഇങ്ങനത്തെ ഓരോ കാരണങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ച് ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല. അപ്പോൾ ദിയ ഞങ്ങളുടെ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കസ്റ്റമറിൻ്റെ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ തെഫ്റ്റ് കേസ് ഫയൽ ചെയ്യുമെന്ന് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. പാവം എന്തൊക്കെയാണ് ഇവർ മൂന്നുപേരും കൂടെ വിളിച്ചു പറയുന്നത്. കുറേയധികം ജാതി കാർഡും എല്ലാം ഇറക്കി അവരെ കൊടുക്കാനും അവർക്കെതിരെ കേസ് വരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇവർക്കൊക്കെ ഒരു ദുഃഖ വാർത്തയുണ്ട്, എല്ലാം പൊളിഞ്ഞു എന്നുള്ളൊരു കാര്യം. എന്തൊക്കെയാണ് പറയുന്ന ഓരോ കാര്യങ്ങൾ. അവസാനം ഇങ്ങനത്തുള്ള കുറേ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ജാതി കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ഇഷ്യൂസ് എല്ലാം വരുമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യമേ എന്നും ജയിക്കത്തോളൂ. CCTV ഫുട്ടേജ്, അതുപോലെ തന്നെ ഇവർ അവരെ സ്ഥലത്ത് നിന്ന് സത്യം പറയുന്നതിൻ്റെയൊക്കെ ഉള്ള ഫുട്ടേജൊക്കെ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇതേ കണക്കുള്ള മണ്ടത്തരം കാണിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നിരുന്നാലും ജാതി കാർഡൊക്കെ ഇറക്കിയിട്ട് കാര്യമില്ല, എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഇപ്പം ഫുൾ ഇവർ വീഡിയോസാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു ജോലി നൽകിയ സമയത്ത് പറ്റിപ്പെന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? അത് 69 ലക്ഷത്തോളം രൂപയാണ് പറ്റിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഭയങ്കര ധൈര്യത്തോടെ മീഡിയയുടെ മുമ്പിൽ വന്നിന്ന് അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ദിയെ കുടുംബക്കാരുമാണ് ചെയ്തതെന്ന് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ എത്ര കള്ളികളാണ് എന്നുള്ളൊരു കാര്യം. എന്തായാലും അവസാനം എല്ലാ കാര്യവും പൊളിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ ഉടനെ കേസ് വരുന്നതായിരിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. ഇവർ ഇനി കുറച്ച് നാൾ ജയിലിൽ കിടക്കും. അതാണ് നടക്കാൻ പോകുന്നത്.